ഗ്യാസ് പൈപ്പ് ലൈൻ ജനവാസ മേഖലയിൽ കൂടി പോകുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയും ഭൂമി ഏറ്റെടുക്കൽ തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, ആര്യാടൻ മുഹമ്മദ്, എംപിമാർ, MLA മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർമാർ, ഗെയിൽ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനവാസ കേന്ദ്രത്തിലൂടെ പദ്ധതി കടന്നുപോകുന്നതിലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. കനോലി കനാലിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകാമെന്ന നിർദ്ദേശം കഴിഞ്ഞ യോഗത്തിൽ വന്നിരുന്നെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ജനപ്രതിനിധികൾ ഉറപ്പിച്ചു പറഞ്ഞു. നിലവിലെ രൂപഘടനയിൽ മാറ്റം വരുത്താനാവില്ലെന്ന് ഗെയിൽ അധികൃതരും വ്യക്തമാക്കി. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഭൂമി ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. ആദ്യപടിയായി കൊച്ചിയിൽ സിറ്റി ഗ്യാസ് സ്കീം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ വീടുകളിലും ഫ്ലാറ്റുകളിലുമെല്ലാം ഈ കണക്ഷൻ കൊടുത്തതിന് ശേഷം അതുകൂടെ ഒന്ന് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഒരവസരം കൂടെ കിട്ടിയതിന് ശേഷം ഇതുപോലൊരു ചർച്ച നടന്നാൽ കൂടുതൽ പ്രയോജനകരമാകും എന്ന് പറഞ്ഞു. ഗവൺമെൻറ് അത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അംഗീകരിച്ചു. ഭൂമിയുടെ നഷ്ടപരിഹാര തുക നിലവിലെ 10% നിന്ന് 50% ഉയർത്തും. രൂപഘടനാ മാറ്റത്തെക്കുറിച്ച് പുനരാലോചിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.